ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറി സപ്ലൈസ് പേപ്പർ വെച്ച് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈസി ആയിട്ട് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്റ്റേഷനറി ഐറ്റംസാണ്. അത് എല്ലാം പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ബുക്ക് മാർക്കാണ്. ആദ്യം നിങ്ങൾ പിൻട്രസ്റ്റിലോ എവിടെയെങ്കിലും നോക്കിയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കാർട്ടൂൺസോ അല്ലെങ്കിൽ ഏതെങ്കിലും ബണ്ണീസിൻ്റെയൊക്കെ പിക്ചർ വരയ്ക്കുക. അല്ലെങ്കിൽ ട്രേസ് എടുത്തിട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും പഴയ ബുക്കിലൊക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഒട്ടിച്ചാലും മതി. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള പേപ്പറിലേക്ക് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ അട്രാക്റ്റ് ചെയ്യാം. ഞാനിവിടെ അതിൻ്റെ ബോർഡറൊക്കെ ഒരു ഓറഞ്ച് കളർ പെയിൻ്റൊക്കെ കൊടുത്തു. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഓറഞ്ചും ഒരു പിങ്കും. ഇതെല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ ഷേപ്പാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കുക. ഈ പേപ്പർ എടുക്കുമ്പോൾ ചാർട്ട് പേപ്പർ ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് A4 ഷീറ്റിൽ എടുത്തിട്ട് ഒരു കട്ടിയുള്ള എന്തെങ്കിലും പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സിൻ്റെ മേലെ വൈറ്റ് ആണെങ്കിൽ അതിൽ തന്നെ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്താൽ മതി. എന്നിട്ടിങ്ങനെ ഈ ബുക്ക് മാർക്സ് നമുക്ക് ബുക്കിൻ്റെ ഇടയിൽ വെക്കാം. നല്ല ഭംഗിയുള്ള ബുക്ക് മാർക്സാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള വാഷി ടേപ്പ്. സാധാരണ നമ്മൾ പേപ്പർ വെച്ചിട്ട് വാഷി ടേപ്പ് ചെയ്യും. ഈ പേപ്പർ വെച്ച് നമ്മൾ വാഷി ടേപ്പ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഒട്ടിക്കുമ്പോൾ എന്തായാലും ഗമ്മ വേണം. ഇതിപ്പോൾ അങ്ങനെയല്ലാതെ ഓൾറെഡി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വാഷി ടേപ്പ് പോലത്തെ ഒരു വാഷി ടേപ്പ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കുക. ചെറിയത് നിങ്ങൾക്ക് വാഷി ടേപ്പ് ഏത് സൈസിലും വിഡ്ത്തിലും ആണോ വേണ്ടത് അതാദ്യം ലൈന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാവും. ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ പിക്ചർ ചിലപ്പം വലുതായിപ്പോവും അല്ലെങ്കിൽ ചെറുതായിപ്പോവും. അങ്ങനെ ലാസ്റ്റ് ഇനി ഈ വാഷി ടേപ്പ്സ് ഒരു റോളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പ്ലെയിൻ ഒരു ഷീറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വട്ടത്തിൽ അതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുക. സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത ലെയർ ഓഫ് വാഷി ടേപ്പ് നമ്മളിതിൽ ഒട്ടിക്കുമ്പോൾ ഈ പേപ്പറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് ഈ പേപ്പറിൻ്റെ മേലേക്ക് ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ നീളത്തിൽ വെച്ച് അതിൽ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പിക്ചേഴ്സും നമുക്കിഷ്ടമുള്ള എന്ത് പിക്ചേഴ്സും ആയിക്കോട്ടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാം ഇങ്ങനെ നിരയായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ എൻഡ് റിസൾട്ട് അടിപൊളിയാണ്. അതുമാത്രമല്ല എൻഡ് റിസൾട്ട് ഭയങ്കര സുഖമായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഗമ്മ് തെരഞ്ഞു പോകണ്ട, ഒന്നും വേണ്ട. നോർമൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന വാഷി ടേപ്പ് യൂസ് ചെയ്യുന്ന അതേപോലെ നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിലും പ്രിൻസിലൊക്കെ കിട്ടുകയും ചെയ്യും. ഷോപ്പിൽ നല്ല പ്രിൻ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് റേറ്റ് ആവാറുണ്ട്. ഇങ്ങനെ സെല്ലോ ടേപ്പ് എന്നിട്ട് നമ്മൾ നേരത്തെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെച്ച ആ ഒരു പേപ്പറിൻ്റെ മേലത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ ഒരു വാഷി ടേപ്പ് കിട്ടുന്നത് അതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള വാഷി ടേപ്പ് റെഡിയായി. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പീസസ് നമുക്ക് ഇനി എടുത്ത് വെക്കാനും നല്ല സുഖമാണ്. കാരണം ഓൾറെഡി നമ്മൾ സെല്ലോ ടേപ്പിലാണ് ഇതൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഗമ്മുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ആ റോള് തിരിച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടി നിന്നോളും. പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് യൂസ് ചെയ്തിട്ട് വേണ്ടത്ര കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് മാക്സിമം എന്തൊക്കെ കളേഴ്സും എന്തൊക്കെ ഷേപ്സും ഒക്കെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുമോ അതൊക്കെ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ലവ് ഷേപ്പ് മാത്രം വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ടും പിന്നെ അതിന് ഒരു 2-3 കളർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടൈമുണ്ടോ അതിനനുസരിച്ച് ഇൻക്ലൂഡ് ആക്കിയാൽ നല്ല ഭംഗിയാകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കെയിലാണ്. സ്കെയിൽ അല്ലെങ്കിൽ റൂളർ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ളൊരു റൂളർ. അപ്പോൾ അതിന് ഏറ്റവും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വാട്ടർമെലൺ ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ വരയ്ക്കാം. ഈസി ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് 2 കളർ മാത്രം കൊടുക്കുക. ലാസ്റ്റ് സീഡ്സ് ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും വാട്ടർമെലൺ വരയ്ക്കാൻ പറ്റുന്ന.
ഓരോ സിംഗിൾ വാട്ടർമെലൺസും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്കെയിലും വരയ്ക്കണം. ഞാനിവിടെ ഒരു 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വലിയ ഒരു സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഒരു ക്ലിയർ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ക്ലിയർ പ്ലാസ്റ്റിക് കവർ, ഇതിലേതിലെങ്കിലും ഒന്നിൽ സ്കെയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഈ വാട്ടർമെലൺസ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. അത് എല്ലാം ഓരോരോ ആംഗിളിൽ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വാട്ടർമെലൺസോ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന ഈസി ആയിട്ടുള്ള എന്താണെന്നുള്ളത്, ലെമൺ ഇതുപോലെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും, അവക്കാഡോ വരയ്ക്കാൻ പറ്റും, സ്ട്രോബെറി വരയ്ക്കാൻ പറ്റും, അങ്ങനത്തെ ഏത് ഫ്രൂട്ടാണെങ്കിലും എല്ലാം വരച്ച് ഈ സ്കെയിലിൻ്റെ ബാക്കിയുള്ള സ്പേസിൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കുക. ഇതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ലെയർ ഓഫ് സെല്ലോ ടേപ്പും കൂടി ഇതിൻ്റെ മേലെ കൂടി ഒട്ടിക്കണം. ഇതെല്ലാം അവിടെ ഫിക്സ് ആയിരിക്കാനും പെട്ടെന്ന് കീറി പോകാണ്ടിരിക്കാനും വേണ്ടിയിട്ട്, സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലിയർ ടേപ്പോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വേറെ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എന്ത് സാധനം നിങ്ങളുടെ അടുത്തില്ലേ അത് മേലെ ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കണം. നമ്മളതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഷേപ്പാക്കി കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി വെക്കണം. ഈ സ്കെയിലോ റൂളറോ വേണമെങ്കിൽ വാട്ടർ പ്രൂഫാന്ന് വരെ പറയാം. കാരണം നിങ്ങൾ വെള്ളത്തിലിട്ടാലും കേടുവരാനൊന്നും പോകുന്നില്ല. നമ്മൾ മേലെ എല്ലാം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സ്കെയിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുറച്ച് ക്യൂട്ടായിട്ടുള്ള പേപ്പർ ക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ ക്ലിപ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് മെയ്ഡ് അല്ല. ക്ലിപ്പ് വാങ്ങി അതിൽ നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുള്ള പേപ്പർ ക്ലിപ്സാണ് ഉണ്ടാക്കുന്നത്. അതാണ് നമുക്ക് നല്ല ക്വാളിറ്റിയോടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളായിട്ട് ഉണ്ടാക്കുന്ന റബ്ബർ ബാൻഡൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന പേപ്പർ ക്ലിപ്സ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. പക്ഷേ അത് ചിലപ്പോൾ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല, പെട്ടെന്ന് കേട് വന്നു പോവും. അതുപോലെ നമുക്ക് നല്ല ക്വാളിറ്റിയോടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് നല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം, നല്ല ക്യൂട്ടായിട്ട് കാണാനും ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2-3 പിക്ചേഴ്സൊക്കെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ നമ്മൾ ക്ലിയർ ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിനെ സേഫ് ആക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവും. നമ്മൾ A4 ഷീറ്റിലാണ് ഇതെല്ലാം വരച്ചെടുക്കുന്നത്, അതുകൊണ്ട് വേഗം കീറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായി. എന്നിട്ട് ബാക്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് ഒട്ടിക്കേണ്ടത്. എന്നാലേ ഇങ്ങനെ ഒരു 3D എഫക്റ്റിൽ നിൽക്കുകയുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ നമ്മൾ ഈ പിന്നിലേക്ക് നമ്മുടെ പേപ്പർ ക്ലിപ്സിൻ്റെ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. പേപ്പർ ക്ലിപ്സ് നിങ്ങൾക്ക് എങ്ങനത്തെ വേണമെങ്കിലും വാങ്ങിക്കാം, കളർഫുള്ളോ അല്ലെങ്കിൽ വുഡൻ ടച്ചുള്ളതൊക്കെ വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ ക്ലിപ്സ്, ക്യൂട്ട് പേപ്പർ ക്ലിപ്സ് റെഡിയായി. ഇന്നത്തെ ഈ ലോങ് വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ക്രാഫ്റ്റും ഈസി ആയിട്ട് പേപ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ള വർക്ക്സാണ് ഇതെല്ലാം. ഇനി നമുക്ക് പേപ്പർ വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കാം. ഒറിജിനൽ സ്റ്റിക്കി നോട്ട്സ് എന്ന് വെച്ചാൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കളർഫുൾ പേപ്പറാണ് എടുത്തത്. വൈറ്റ് പേപ്പർ ആയാലും മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻസ് സ്കെച്ച് പെൻ വെച്ചിട്ടോ കളർ പെൻസിൽ വെച്ചിട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചെക്ക് പോലത്തെ ഡിസൈനാണ് കൊടുത്തത്. എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻ നിങ്ങളും കൊടുക്കുക. ഇനി നമ്മൾ ഈ സ്റ്റിക്കി നോട്ട്സ് എല്ലാം എന്തെങ്കിലും ഒരു ഷീറ്റിൻ്റെ മേലെ വേണമല്ലോ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അതിന് വേണ്ടി ഒരു പേപ്പറിൽ നോട്ട്സ് എന്ന് എഴുതിയെടുക്കാം. അപ്പോൾ ഞാനൊരു പിങ്കും അതുപോലെ ബ്ലൂവും സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് 2 കളർഫുള്ളായിട്ടുള്ള നോട്ട്സ് എന്നുള്ള പേപ്പർ എഴുതിയെടുത്ത് ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ ബാക്കി വരുന്ന പേപ്പർ മാത്രമുള്ള ഭാഗം കട്ട് ചെയ്തു. സെല്ലോ ടേപ്പും പേപ്പറും രണ്ടും കൂടി ഉള്ള ഭാഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഓരോ നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കിയ ഓരോ നോട്ടിൻ്റെ മേലെയും ചെറിയ കഷ്ണം സെല്ലോ ടേപ്പ് ഒട്ടിച്ച് ഇതെല്ലാം ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് നമ്മൾ നോട്ട്സ് എന്ന് എഴുതിയ പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല വർക്കാവുന്ന ഒരു സ്റ്റിക്കി നോട്ട് കിട്ടും. അപ്പോൾ ഞാനിതിൽ കാണിച്ചു തരാം. നമ്മളൊരു സ്റ്റിക്കി നോട്ട് എടുത്ത് അതിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതി എന്നിട്ട് ഇതിൻ്റെ ശരിക്കും നമുക്കൊരു സ്റ്റിക്കി നോട്ട് നമ്മളതിന് പറിച്ചെടുക്കുന്ന പോലെ തന്നെ പറിച്ചെടുത്ത് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിക്കാം. അത് അവിടെ അങ്ങനെ സ്റ്റിക്കായി നിന്നോളും. നമ്മൾ സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് നല്ല ഗമ്മും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് സ്റ്റിക്കി നോട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്കൊരു ബ്ലൂ കളർ
ഒരു സ്റ്റിക്കി നോട്ടാണ് അടുത്തുണ്ടാക്കാൻ പോകുന്നത്. ഞാൻ എന്തോ ഒരു ഷേപ്പാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ ബ്ലാങ്കായി കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ഡിസൈനും കൊടുത്തു. എല്ലാത്തിനും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ. ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നിൻ്റെ മേലെ നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിക്കും. എന്നിട്ട് അതെടുത്തിട്ട് ആ നോട്ട്സ് എന്ന് എഴുതിയതിൻ്റെ മേലെ ഒട്ടിക്കും. അങ്ങനെ ഓരോന്നും മുകളിലായി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കട്ടിയുള്ള സ്റ്റിക്കി നോട്ടിൻ്റെ പാഡ് കിട്ടും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാം, എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.